ജീവിതത്തിലെ അപ്രിയമായ യാഥാർത്ഥ്യങ്ങളും അനുഭവങ്ങളും നമ്മുടെ മുന്നിൽ വന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയും കാണാതെ നിൽക്കുമ്പോഴാണ് നമ്മളെല്ലാം ചുറ്റുപാടുകളുടെ ബഹളങ്ങളിൽ നിന്നെല്ലാം അകന്ന് സ്വന്തം ഉള്ളിലേക്ക് നോക്കാൻ തുടങ്ങുക. അതുവരെ ബാഹ്യലോകത്തിൻ്റെ താളത്തിനൊത്ത് നമ്മുടെ ജീവിതം മുന്നോട്ടു പോവുകയായിരിക്കും. ബുദ്ധിമുട്ടുകളും മാനസിക സംഘർഷങ്ങളും വരുമ്പോൾ അതെന്തുകൊണ്ട് വന്നു, തൻ്റെ ഇത്രയും കാലത്തെ ജീവിതം ശരിയായ പാതയിലായിരുന്നോ എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മളിലേക്ക് എത്തിത്തുടങ്ങും. തലവേദന വരുമ്പോഴാണ് നമ്മൾ തലയെപ്പറ്റി ഓർക്കുക എന്ന് പറഞ്ഞതുപോലെയാണ്. ശക്തമായ ഒരു അടി കിട്ടുമ്പോഴാണ് നമ്മൾ പല പാഠങ്ങളും ജീവിതത്തിൽ പഠിക്കുന്നത്. ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മങ്ങളിലോ ഒക്കെ നമ്മൾ ചെയ്തതിൻ്റെ ഫലങ്ങൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളും. അതിനോട് ദേഷ്യപ്പെട്ടിട്ടോ പരാതി പറഞ്ഞിട്ടോ കരഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല. അവയെ നേരിടാനുള്ള ശക്തി ഉണ്ടാക്കിയെടുക്കുകയും അതിൻ്റെ തീവ്രത കുറയ്ക്കാൻ ഇപ്പോൾ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുകയും മാത്രമേ പ്രതിവിധിയുള്ളൂ. ശരിയായ വിവേകത്തോടെ ചിന്തിക്കുന്ന വ്യക്തിക്ക് മാത്രമേ നമ്മുടെ അനുഭവങ്ങളെ മനസ്സിലാക്കി അതിനോട് ശരിയായ രീതിയിൽ പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർ സ്വയം ശപിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക മാത്രമേ വഴിയുള്ളൂ.